അമ്മയുടെയും പിതാവിന്റെയും ക്രൂരമർദ്ദനത്തിനിടെ 4ാം ക്ലാസ്സുകാരുടെ പിതാവ് കഞ്ചാവ് വിൽപ്പന അടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ്. ഈ കേസുകളുടെ FIR പകർപ്പ് 24 കിട്ടി. അതേസമയം കുട്ടി ഇതിനു മുമ്പ് നിരവധി തവണ ക്രൂരമർദ്ദനത്തിനിരയായിരുന്നതായും ഹെഡ് മിസ്ട്രസിന്റെ നേതൃത്വത്തിൽ അന്ന് വിഷയം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുവെന്നും PTA ഭാരവാഹികൾ 24 പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് മാത്രം നടക്കുന്ന സംഭവമല്ലല്ലോ. അപ്പൊ പല പ്രാവശ്യം ചെയ്തപ്പോഴായിരിക്കുമല്ലോ കുഞ്ഞ് ഡയറി എഴുതി വെക്കുന്നത്. അപ്പോൾ ഇത് മുൻപും ഇത് സ്കൂൾ തലത്തിൽ മാത്രം ഒതുക്കി തീർക്കാൻ നോക്കി എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പുറത്തറിയാൻ PTA ഇടപെടേണ്ടി വന്നു. PTA ആൾക്കാർ മുന്നിട്ട് നിന്നാണ് ഇപ്പോൾ ചൈൽഡ് ലൈനെയും പോലീസിനെയും വിവരം അറിയിച്ച് ഇത് പുറത്തായി. സംഭവത്തിൽ കുട്ടിയുടെ പിതാവിനെ ന്യായീകരിച്ച് മുത്തച്ഛൻ സമത രംഗത്തെത്തി. രണ്ടാനമ്മ ഉണ്ടല്ലോ, ഈ വീട് വെക്കുന്നതിന് മുമ്പും ഈ രണ്ടാനമ്മയെ നോക്കുവാന്നല്ലോ ഈ കുഞ്ഞിനെ. രണ്ടാനമ്മയും ഉണ്ട്. വീട് വെച്ചതിന് ശേഷമാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. പ്രശ്നം ഈ വീട് വെപ്പോടെ കൂടിയാണ് അവിടെ വിഷയം. സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. സാമ്പത്തിക പ്രശ്നങ്ങളാണ്. കാരണം എൻ്റെ ഈ മരുമോൻ ഈ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തിയത്. കാരണം ദൈവത്തിന് പുറക്കാൻ നമ്മൾ പറയാൻ പാടില്ല. അവൻ്റെ ജീവൻ്റെ ജീവനായി ഈ പൊന്നുമോള്. ഈ പൊന്നുമോള് ജീവൻ്റെ ജീവനാണ്. കാരണം മരിച്ചുപോയി അവൻ സ്നേഹിച്ച് ഞാൻ കെട്ടിച്ചു കൊടുത്തതാണല്ലോ. അത് 3.25 നാഴിക്ക് പിന്നെ എൻ്റെ ജീവിതം പോയി. ഈ കുഞ്ഞേ ഉള്ളല്ലോ അവനെ. രണ്ടാനമ്മ ഉണ്ടല്ലോ, ഈ വീട് വെക്കുന്നതിന് മുമ്പും ഈ രണ്ടാനമ്മയെ നോക്കുവാന്നല്ലോ ഈ കുഞ്ഞ്. ആ അരുൺ ജീവന്റെ ജീവനെയാണ് എടുത്തിട്ട് മർദ്ദിക്കുന്ന കുഞ്ഞാണെന്ന് പോലും നോക്കാതെ. അച്ഛനും കൊള്ളാം, അപ്പൂപ്പനും കൊള്ളാം. പക്ഷെ അതിൽ ഹെഡ് മിസ്ട്രസിന്റെ കാര്യം എന്താണ്? ഹെഡ് മിസ്ട്രസ് നേരത്തെ അറിഞ്ഞിട്ടും അത് ഒതുക്കി തീർക്കാൻ നോക്കുന്നതിന്റെ കാര്യം എന്താണ് അരുൺ? ഹാഷ്മി, നിലവിൽ ഈ ആദിക്കട്ടുകുളങ്ങരയിലെ ഈ കുഞ്ഞിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി എത്തുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഈ ചാരുമൂടുള്ള പാർട്ടി ഓഫീസിൽ എത്തിയ ശേഷം ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പിതാവിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ രംഗത്ത് വരുന്നത്. ഈ പിതാവ് കഞ്ചാവ് കേസിലടക്കം പ്രതിയാണ് എന്നുള്ളതാണ് നിലവിൽ PTA അടക്കം ആരോപിക്കുന്നത്. ഈ സംഭവം, ഈ മർദ്ദനം നടന്നുവെന്ന കാര്യം നേരത്തെ തന്നെ കുഞ്ഞ് ഈ വീട്ടുകാരോടും അതുപോലെ തന്നെ അതായത് ഈ മുത്തച്ഛനോടും അതുപോലെ തന്നെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസിനോടും അടക്കം സംസാരിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം ഇവിടെ ബാക്കിയായി നിൽക്കുന്നുണ്ട്. അതിൽ ഇക്കാര്യത്തിൽ പറയുന്ന PTA അടക്കം പറയുന്നത് ഈ അധ്യാപകർക്കടക്കം പേടിയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് ഒരിക്കലും നീതീകരിക്കാവുന്നതല്ല. പക്ഷേ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഈ കുട്ടിയുടെ മാതാവിന്റെ അച്ഛൻ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഈ കുഞ്ഞിനെ ഒരു തരത്തിലും പിതാവിന്റെ ഭാഗത്തുനിന്ന് ക്രൂരമർദ്ദനം ഏറ്റതായി താൻ വിശ്വസിക്കുന്നില്ല. അത്തരത്തിലൊരു മർദ്ദിക്കുന്ന ആളല്ല. വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. കുഞ്ഞിനെ നന്നായി തന്നെ നോക്കിയിരുന്നു തന്റെ പിതാവ്, കുട്ടിയുടെ പിതാവ് എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന്. ഇക്കാര്യങ്ങൾ ഇനി പോലീസിന്റെ അന്വേഷണം സ്വാഭാവികമായും ഉണ്ടാകും. ഇതെല്ലാം പറയുമ്പോഴും ഈ മാതാവിന്റെ ഈ അച്ഛൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മർദ്ദനമേൽക്കുന്നുണ്ട് എന്ന മുത്തശ്ശി നേരത്തെ തന്നെ തങ്ങളോട് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിലടക്കം താൻ എത്തി നിരവധിയായ തവണ ഇക്കാര്യങ്ങൾ സംസാരിച്ചു. സാമ്പത്തിക പ്രശ്നമാണ് ഇതിന് പിന്നിലെന്നാണ് താൻ മനസ്സിലാക്കുന്നത്. ഈ സാമ്പത്തിക പ്രശ്നം ഉണ്ടായത് ഈ പുതിയ വീട് വെച്ചതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്ന് താൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കുഞ്ഞു പോലും തന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കുഞ്ഞിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. കുഞ്ഞിനെ നേരിൽ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ വീട് സന്ദർശിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തീരുമാനമെടുക്കുകയായിരുന്നു. ഇതിനുശേഷം ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റേതായ ഒരു വിശദീകരണം ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ ഈ കുട്ടിയെ പിതാവിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ മുത്തച്ഛനടക്കം രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം ഈ വഴിക്കും ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ആർ അരുൺരാജാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി.